നില പൊങ്കലായലോ പാടടി നീ. ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. അതിന് ഞാൻ എപ്പോഴും ചിത്ര ചേച്ചിയുടെ ഒരു വലിയ താങ്ക്സ്. तू है मेरी फैंटसी ചുനന ചുനന. അങ്ങനെ വെറുതെ ആക്ട് ഔട്ട് ചെയ്തതാ. അങ്ങനെ പാടിക്കൂടി രസമുണ്ടാവും. ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. കൊഞ്ചം നിലവ് കൊഞ്ചം നെരുപ്പ് ഒൻറായി சேர்ந்தால் இந்த தேகம். എനിക്ക് ലൈവ് പെർഫോമൻസസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഡ്രീമാണ് ഒരു സ്റ്റേഡിയം നിറച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മുമ്പിൽ പെർഫോം ചെയ്യുക. അങ്ങനത്തെ പാട്ടുകൾ എസ്പെഷ്യലി ഇസ് ടു ലിവ് ഇൻ ദ മൂമെന്റ് ദാറ്റ് യു പെർഫോം. ആൾക്കാർ തരുന്ന ഒരു എനർജിയിൽ നമ്മൾ പാടുക. അപ്പൊ ആ ഒരു ജോഷിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പാടുക എന്നുള്ളതാണ്. ചിത്ര ചേച്ചി ഒന്ന് എൻ്റെ റൂമിലുള്ള ഫോട്ടോയിൽ ഒരാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ചിത്രാമ്മ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു, പേരൊക്കെ ചോദിച്ചു. പേര് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ ഇങ്ങനെ ചിത്രാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സുഖം ചിത്രാമ്മയുടെ മുമ്പിൽ പാടാനാണ്. ബിക്കോസ് നമ്മൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും ഷീ ഈസ് ദ വൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ദ മോസ്റ്റ്. ഞങ്ങളടുത്ത് പാടുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫൺ ഫോർ us. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ദിശ പിന്നെ പാടാറുണ്ട്. ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു ഫുൾ ഷോയിനെ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ കോൺഫിഡൻസിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഷോ ആണ് സ്റ്റാർ സിംഗർ. അങ്ങനത്തെ ഒരു വേദിയിൽ പാടുക എന്ന് പറയുന്നത് ക്യൂരിയസ് ആയിരുന്നു ഞാൻ അന്ന് മുതലേ. എങ്ങനെയായിരിക്കും ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാം. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഒരു ഹോണ്ടിങ് എഫക്റ്റ് ആണ് അതിന്. എന്റേതല്ല എന്ന് അറിയാനിട്ട് പോലും എന്റെ ആണെന്ന് കരുതി പാടുന്ന ഒരു ഇമോഷൻ ആണ് ആ പാട്ടിന്റെ. എങ്ങനെ ആ ഒരു ഒഴുക്ക് പുള്ളി ആലോചിച്ച് വെച്ചേന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അമ്മയുടെ ഫോൺ ഞാൻ AR റഹ്മാൻ മാനേജർ എന്ന് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ അങ്ങനെ അമ്മയുടെ പേര് അങ്ങനെ സേവ് ചെയ്തിട്ട്. ക്രിയേറ്റീവായിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ചിന്തിക്കുന്ന മ്യൂസിഷ്യനാണ് AR റഹ്മാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. ആ രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് റഹ്മാൻ സാർ. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വേദിയിലെ ഏറ്റവും എനർജി ഉള്ള ഒരു കണ്ടസ്റ്റന്റ്. സ്റ്റൈൽ സ്വാഗ് ആണ്. നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാട്ടുകൾ പാടുന്ന ചില സിംഗേഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരാൾ. ഓൾറൗണ്ടർ എന്നാണ് സ്റ്റാർ സിംഗർ ഇവർക്ക് ഇവിടെ ഒരു പോസ്റ്റർ ആക്കിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്ദയാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. കൺഗ്രാജുലേഷൻസ്. ഗംഭീര ഒരു വിന്നായിരുന്നു അത്. ഈ ഓൾറൗണ്ടർ കാര്യം ഉണ്ടല്ലോ, അത് ക്വാളിറ്റി ആയിട്ട് ബിൽഡ് ചെയ്തതാണോ? എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് ആ വേഴ്സറ്റാലിറ്റി. അതെ, അതായത് നമുക്ക് ഓരോ റൗണ്ടിനും ഇവര് നമുക്ക് എടുത്തു തരുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഒരു പാട്ടിനും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നോ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാം എന്നാ പറഞ്ഞിട്ടുള്ളേ. ഞാൻ ഇവിടെ വന്നതിന്റെ പേർപ്പസും എനിക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു എയിമായിട്ടായിരുന്നു. സോ ഐ ഗെസ് ഇറ്റ് വാസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദാറ്റ്. എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഓരോ ജോണറും ട്രൈ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നതാവാം. ഞാൻ ഈ സ്റ്റാർ സിംഗറുമായിട്ട് ബന്ധമില്ലെങ്കിലും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയൊരു മൊമെന്റ് ഉണ്ട്. അത് മറ്റൊരു ഇവന്റുമായി ബന്ധപ്പെട്ടിട്ട് ബ്രൗൺ ആൻഡ് പ്രൗഡ് എന്നുള്ളൊരു സോങ് നിങ്ങൾ കോമ്പോസ് ചെയ്തതിന്റെ പിറകിലാണ്. അതിന്റെ പിന്നിലത്തെ ആശയം വളരെ നല്ലതാണ്. അതങ്ങനെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത്. സിംഗർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഐഡിയാസ് കൺവേ ചെയ്യേണ്ടത്. അങ്ങനെ ബിലീവ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ ഇത്രയും അധികം ഓഡിയൻസ് കാണുന്നുണ്ട്. സോ വി ഹാവ് ഒരു കലാകാരി എന്ന നിലയ്ക്ക് ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ എന്താണോ വിശ്വസിക്കുന്നത് അതെനിക്ക് ആൾക്കാരോട് പറയണം എന്നെനിക്ക് തോന്നി. ഈ എസ്തെറ്റിക്സ് ഉണ്ടല്ലോ, കോസ്റ്റ്യൂംസ് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ളത്, അത് സ്വയം അത് ഞാൻ എൻ്റെ അമ്മയാണ് കുറച്ചും കൂടെ അതില് ഇൻവോൾവ് ആയിട്ടുള്ള ആള്. അമ്മ ഈസ് വെരി സ്മാർട്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പൊ ആ ഒരു തരത്തില് അമ്മയോ അതെ അച്ഛനോ അതെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സോ അമ്മയാണ് കൂടുതലും ആ ഒരു ഏരിയ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അധികം ചെയ്തിട്ടില്ല. പക്ഷെ പൊതുവെ എൻ്റെ ഒരു എസ്തെറ്റിക്സിന് മാച്ച് ചെയ്യുന്ന സാധനങ്ങളാണ് അമ്മ എടുത്തു തരാറ്. അങ്ങനെ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പിന്നെ
ഡ്രോപ്പ് ഡൗൺ ടു ദാറ്റ്. അതായിരിക്കാം എന്റെ എസ്തെറ്റിക്സ് ആയി മാറിയത്. ഞാനായിട്ട് ചൂസ് ചെയ്തതായിരിക്കില്ല. ഹോം ടൂർ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നന്ദയുടെ റൂം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ഐഡലായിട്ട് വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ, എ ആർ റഹ്മാൻ, ചിത്ര ചേച്ചി, ഇങ്ങനെ കുറെ ആളുകളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ 2 ഗിറ്റാർ ഉണ്ട്. ഇപ്പൊ പക്ഷെ നന്ദേനെ ഒരു ഐഡലായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാൻ പേജുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലെവൽ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ബോഡി ഓഫ് വർക്കിനെ അല്ല ഞാൻ പറയുന്നത്. ആളുകൾ ഇപ്പൊ നമ്മളെ ലുക്കപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കുറെ കൂടി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? എന്റെ ഫാൻസിന് എനിക്ക് വിളിക്കാൻ പറ്റുമോന്ന് അറിയില്ല. വെൽവിഷേഴ്സ് അല്ലെങ്കിൽ എന്റെ മ്യൂസിക്കിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് എപ്പോഴും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം കുറെ പേരുണ്ട് എന്റെ കുറെ നാളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് എന്റെ മ്യൂസിക് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ വർക്ക് കഴിഞ്ഞാലും ഇങ്ങനെ മെസ്സേജ് അയക്കും. അതും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇപ്പൊ ഒരാളെ പറയാൻ പറ്റുകയാണെങ്കിൽ സ്നേഹ ഗുരുവായിരുന്നു. അപ്പൊ എനിക്കറിയില്ല, ചേച്ചീനെ അറിയുക കൂടിയില്ല, പക്ഷെ ചേച്ചി എപ്പോഴും. അപ്പൊ അതുപോലെ എത്രയും ചെറിയ നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ അവരോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അവരെ അത്രയും ഞാൻ അക്നോളജ് ചെയ്യുന്നു. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ പറഞ്ഞ പോലെ. അവർക്ക് നല്ലൊരു വർക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം നല്ലൊരു ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. സോ ഞാൻ അതിനായിട്ട് ഭയങ്കര കോഷ്യസ് ആണ്. പക്ഷെ ഞാൻ ആ മൊമെന്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. നിലാപ്പൊങ്കലായാലോ എന്നുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് അതിന്റെ ഒറിജിനൽ വേർഷൻ പാടിയിട്ടുള്ള ആള് ഫോണിൽ അത് കേട്ടിട്ട് സബാഷ് നന്ദ എന്ന് പറയുന്നത് അത് വലിയ അച്ചീവ്മെന്റ് അല്ലേ? അതൊരു പിന്നക്കളല്ല ശരിക്കും നമ്മുടെ കരിയറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ. ആ മൊമെന്റ് ശരിക്കും ഒരു സൂചന ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരാൾ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു? ഇല്ല. ഞാൻ പാടിക്കഴിഞ്ഞതും ഞാൻ ഇങ്ങനെ അരവിന്ദിനെയും ദിശയും ഇങ്ങനെ സൈഡ് നോക്കുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് ഈ പറഞ്ഞ ശബാഷ് നന്ദ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓ മൈ ഗോഡ്. അപ്പൊ ചിത്ര ചേച്ചി ഇങ്ങനെ ഫോൺ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഡ്രീം, ലൈക്ക് ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. അത് ഞാൻ എപ്പോഴും ചിത്ര ചേച്ചിയോട് ഒരു വലിയ താങ്ക്സ്. എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ അതിന്റെ ഒറിജിനൽ വേർഷൻ ചെയ്തിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് അവര് ഈ ആളെ തന്നെ എടുക്കാൻ, ഐ മീൻ മലയാളി സുബേനനെ എടുക്കാനുള്ള ഒരു കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മലയാളം പ്രൊനൗൺസിയേഷൻ വേണ്ട എന്നുള്ളതാണ്. അതായത് ഒരു ഫോക്ക്, അതായത് കേരള കർണാടക ബോർഡറിലാണല്ലോ ആ പാട്ട് നടക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പ്രിയദർശൻ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നതാണ്. പക്ഷെ നന്ദയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നന്ദ ഒറിജിനലി മലയാളിയാണ്, മനസ്സിലായ? അപ്പൊ ആ അതായത് മലയാളവും അല്ല എന്നാൽ കന്നഡയും അല്ലാത്ത പോലത്തെ ഒരു സ്ലാങ് ഉണ്ടല്ലോ ആ പാട്ടിന്. വാക്കുകൾ മലയാളമാണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അതിന് എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? അതോ പാട്ടുകൾ കേട്ട് നമ്മൾ ആ ഒരു സ്ലാങ് അല്ലെങ്കിൽ ആക്സെന്റിനോട് അറ്റ്യൂൺ ആയതാണ്. ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ല. ഞാൻ എൻജോയ് ചെയ്ത് പാടി. പറഞ്ഞ പോലെ ബേണി സർ, ഇഗ്നേഷ്യസ് സർ എന്റെ ഗുരുക്കന്മാരാണ്. അതായത് ഞാൻ ബാൻഡിൽ ജോയിൻ ചെയ്തത് ഫസ്റ്റ് ടൈം ബേണിങ്ങളുടെ ബാൻഡിലാണ്, ടീം താൾ എന്ന് പറഞ്ഞ ചെറുപ്പത്തില്. അങ്ങനെ ഒരു ഗുരുദക്ഷിണയും കൂടിയാണ് അത് അല്ലേ? ഒന്ന് പാടാവോ? ഷുവർ. നിലാ പൊങ്കലായലോ നിലാ പൊങ്കലായലോ പാടടി നീ ഓ മഴക്കോള് കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും മാറ് കിളിപ്പാട്ട് തേനായി തുളിക്കുമീ നാട്ടിൽ കരിക്കാടിൻ പോലും പാല് തനിത്തങ്കവും കൊണ്ടേ പോരുന്നു ഞാനും ഓ നില പൊങ്കലായലോ പാടടി നീ ഓ ഈ വോയിസിന് ഇടയ്ക്കിടയ്ക്ക് ചില ടെസ്റ്റുകളൊക്കെ കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത്. ടെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനത്തെ വോയിസ് ടെസ്റ്റ് അല്ല ഞാൻ പറയുന്നത്, ചില ഈ ടാസ്ക് ഒക്കെ കൊടുക്കുന്ന പോലെ, ഈ 1 ബ്രീത്ത് ചാലഞ്ച് ഒക്കെ പോലെ. അത് ശരിക്കും അങ്ങനെ ഒരു ചെറിയ റിസ്ക് ഉള്ള ഒരു കാര്യം, റിസ്ക് ഉള്ള കാര്യം എന്നല്ല, കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യം, ഒരു ഹെർക്കുലിയന്റ് ആയിട്ടുള്ള കാര്യം ട്രൈ ഔട്ട് ചെയ്യുക, അത് തന്നെയാണോ? എനിക്ക് ഇഷ്ടമാണ്. അതായത് നമ്മളുടെ
തൊണ്ടയ്ക്ക് നല്ലതല്ലേ, അതായത് ഇപ്പൊ ഇഫ് അറ്റ് ഓൾ നമുക്ക് ഒരു പാട്ട് പാടാൻ പഠിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഈസസ് യുവർ ത്രോട്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഒരു ഇങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്തു തീർക്കാന്ന് പറയുമ്പോ ഒരു മനസ്സുഖം. ഈ ഭാർഗവി വെങ്കട്ടരാമന്റെ ഒരു 1 ബ്രീത്ത് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ കൂടുതലുള്ള കണ്ടസ്റ്റൻസിനെ അതിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഏറ്റെടുത്ത് ചെയ്തായിരുന്നു. ദിശ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആണല്ലേ? എങ്ങനെ അത് 1 ബ്രീത്ത് ചാലഞ്ച് ചെയ്യുമ്പോഴേ അത് 1 ബ്രീത്തിൽ എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നാണോ, അത് ഇങ്ങനെ പാട്ടായിട്ടാണോ അതിനു വേണ്ടി ട്രൈ ചെയ്യുക? അല്ല, ഒരു ഫുൾ വരിശയാണ് അത്. ഐ മീൻ ഒരു അലങ്കാരമാണ് അത്. ഫുൾ ഒറ്റ ബ്രീത്തില് ഇത്ര ടെമ്പോയിൽ പാടുക എന്നുള്ളതായിരുന്നു. ആ ഫുൾ വരിശ പാടി തീർക്കുക ഇൻ 1 ബ്രെത്ത്. അത് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടിയുള്ള സ്തുതി അങ്ങനെ എന്തെങ്കിലും തുടക്കമാണോ? അല്ലല്ല, അത് വരിശ പോലെയാണ്, അലങ്കാരം. കിളിയെ കിളിയെ എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ രാജസ്ഥാനിന്റെ മ്യൂസിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫോക്ക് ടച്ച് അല്ലെങ്കിൽ ഒരു റൂറൽ ടച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ഞാനിപ്പോ ബലറാമിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു സിനിമ മൊത്തമായിട്ടൊക്കെ കാണും ആ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ളത്. ഇങ്ങനത്തെ പാട്ടുകൾ ആ ഫീലോടുകൂടി പാടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ട്? അതായത് പാട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതിന്റെ അപ്പുറത്ത് ആ ഇമോഷൻ മനസ്സിലാവാൻ അങ്ങനെയൊക്കെ. ഞാൻ ഇപ്പൊ സ്റ്റാർ സിംഗറിൽ അങ്ങനെ പാടിയിരുന്ന ഒരു പാട്ടായിരുന്നു ഏതോ ജന്മകൽപ്പനയിൽ എന്ന് പറഞ്ഞിട്ട്. പാളങ്ങൾ എന്ന് പറഞ്ഞ മൂവി ഞാൻ അതിനു വേണ്ടി കണ്ടു. പക്ഷെ അത് ഞാൻ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടതാണ്. എനിക്ക് ആ സിനിമയുടെ കഥ ഇങ്ങനെ ഞാൻ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് യൂട്യൂബിൽ കമന്റ്സ് എന്തോ വായിച്ചു, സിനിമ ഭയങ്കര അടിപൊളിയാണെന്നുള്ളൊരു കമന്റ് വന്നു. അപ്പോ ഞാൻ സിനിമ കണ്ടാലോ എന്ന് ആലോചിച്ചു. എന്തായാലും പാട്ട് പാടുകയാണല്ലോ, അപ്പൊ ഈ സോങ്ങിന്റെ സിറ്റുവേഷൻ ഒക്കെ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കണ്ടതാണ്. അല്ലാണ്ട് പാട്ടിന് വേണ്ടി കണ്ടതല്ല. അടുത്തന്നിപ്പോ ഒരു കൗതുകം വന്നു, അപ്പൊ കണ്ടു. പാടാവോ? ഷുവർ. പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരും നേരം വിണ്ണിൻ ചേരും നേരം വിണ്ണിൻ മോഹങ്ങൾ മഞ്ഞായി വീഴും നേരം കേൾക്കുന്നു നിൻ ഹൃദയത്തിൻ അതേ നാദമെന്നിൽ ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ. ഷോ തന്നെ എല്ലാവരും ഞെട്ടിച്ച ഹൈലൈറ്റ് എന്ന് പറയുന്ന അത് എനിക്ക് ശാസിംഗ വേദിയിൽ തന്നെ അവർ എത്ര കാലത്തെ സീസണിൽ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല. അത് വളരെ യൂണീക്ക് ആണ്, 2 വോയിസിൽ പാടുന്നത്. അത് അങ്ങനത്തെ കാര്യങ്ങൾ മുമ്പ് ട്രൈ ഔട്ട് ചെയ്യായിരുന്നോ? ഇല്ല, ആക്ച്വലി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ യൂഷ്വലി പഴയ ഹിന്ദി മെലഡീസ് ഒക്കെ കൂടുതൽ പാടുന്ന ഒരാളായിരുന്നു. ഷോയിൽ വന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ വെസ്റ്റേൺ ഒക്കെ കേൾക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതുപോലെ ഞാൻ പെർഫോം ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു 2 വോയിസ് ഒക്കെ. അതെ അതെ അതെ. ഇത് ആക്ച്വലി ഞാനിങ്ങനെ ആ സോങ് ആക്ട് ഔട്ട് ചെയ്തതായിരുന്നു. ഈ പറഞ്ഞു ചേടേങ്കെ ഹം തുച്ചുക്കോ അങ്ങനെ വെറുതെ ആക്ട് ഔട്ട് ചെയ്തതാ. അപ്പോ മിഥുൻ ചേട്ടൻ ഇത് കേട്ടപ്പോ ഇങ്ങനെ, ഞങ്ങളുടെ മെന്റേഴ്സിൽ ഒരാളാണ് മിഥുൻ ചേട്ടൻ. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ അങ്ങനെ പാടിക്കൂടെ, രസം ഉണ്ടാവും, ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. ബാപ്പി ലഹരി എന്ന് പറയുന്ന അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിന്റെ സൗണ്ടിന്റെ ഒരു യുണീക്നെസ്സും ഉണ്ടല്ലോ. അപ്പൊ അത് ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സിംഗർ എന്നുള്ള രീതിയിൽ ഓരോ പാട്ട് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അവരുമായിട്ട് മാച്ച് ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടി ഉണ്ടാവില്ല. അത് കാരണം ഒരു മെയിൽ സിംഗറിന്റെ ഒരു ഫീമെയിൽ സിംഗർ മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ടെൻഷൻസ് ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എങ്ങനെ സൗണ്ട് ചെയ്യും എന്നുള്ളത് മൈക്കിൽ കൂടെ ഒക്കെ പുറത്തേക്ക് വരുമ്പോ, അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ ടെലികാസ്റ്റിൽ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നൊക്കെ ആലോചിച്ചിട്ടൊരു ഇതുണ്ടായിരുന്നു. എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ആൾക്കാർ ഇതിനൊക്കെ. ഒരു മിമിക്രി ആവാനും പാടില്ല. എന്ന് വെച്ചാൽ മിമിക്രി ആവാനും പാടില്ല.
ബട്ട് ഇറ്റ് ഷുഡ് ബി മൈ വേർഷൻ. പക്ഷെ എന്നാ ഒറിജിനലിനോട് തീരെ ഞാൻ ഒരു ജസ്റ്റിസ് കൊടുക്കാത്ത പോലെയും തോന്നരുത്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി അങ്ങനെയൊന്നും വന്നില്ല. ഭയങ്കര പോസിറ്റീവായിട്ടാണ് ആൾക്കാർ അതിനെ എടുത്തത്. താങ്ക്സ്. ആ പാട്ടിന് ഒരു പ്രത്യേകതരം ഒരു ക്രേസിനെസ് ഉണ്ടല്ലോ പാട്ടിന്. സിനിമയുടെ സന്ദർഭമായിട്ടായാലും ആ ക്യാരക്ടറിനൊക്കെ ഒരു സെൻഷ്വാലിറ്റി ഉണ്ട്, എന്നാൽ ഒരു ക്രേസിനെസ് ഉണ്ട്. മൊത്തത്തിലുള്ള ഒരാളെ ചെറുതായിട്ട് സെഡ്യൂസ് ചെയ്യും വേണം, എന്നാൽ അതിനകത്തൊരു രസവും ഉണ്ടാവണം. അവരുടെ മൊത്തം ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സോങ്ങുമാണ്. ശരിക്കും വിദ്യാബാലനാണോ മനസ്സിൽ വിചാരിച്ചിരുന്നത്, ശ്രേയ ഘോഷലിനാണോ മനസ്സിൽ വിചാരിച്ചിരുന്നത്? ഞാൻ പാട്ട് മാത്രമേ ആലോചിച്ചുള്ളൂ. ഞാൻ ബപ്പി ലഹരി സാറും പിന്നെ ശ്രേയ ഘോഷാൽ മാം പാടിയതും, അപ്പൊ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത റേഞ്ചിൽ മാത്രല്ല ആ ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭയങ്കര മാസ്കുലിൻ ആയിട്ട് കാണിക്കണം. മറ്റേത് ഇങ്ങനെ ശ്രേയജി ഭയങ്കര സ്വീറ്റ് ആയിട്ട്, പക്ഷെ എന്നാ ഒരു നോട്ടിനെസ് ഉണ്ട്, ഒരു കുസൃതി ഉണ്ട് അതില്. അതും കൊടുക്കണം. ഇവിടെ ഭയങ്കര ഒരു മാസ്കുലിൻ, ഒരു ഡോമിനൻസ്, സൂപ്പർ സ്റ്റാർ ആണല്ലോ. അതെ, ആ ഒരു സാധനം കൊടുക്കണം. അപ്പൊ രണ്ട് ഇമോഷൻസും അറ്റ് ദ സെയിം ടൈം കൊടുക്കണം എന്നുള്ളത് ഒരു ചാലഞ്ച് ആയിരുന്നു. മോർ ദാൻ ആ വോയിസ് സ്വിച്ച് ചെയ്തതിനേക്കാളും ആ ഇമോഷൻസ് രണ്ട് രീതിയിലും ഇമോട്ട് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിലെ ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗം പാടാൻ പറ്റും? छुआ जो तूने तो दिल ने मारे सीटी, दे दे इन गालों पे एक पप्पी मीठी मीठी. आहा छुआ जो तूने तो दिल ने मारे सीटी, दे दे इन गालों पे एक पप्पी मीठी मीठी. यौवन तेरा सावन भरा, भीग गया दिल ये मेरा. आहा तूने ये बरसा कराए क्या करे ये यौवन बेचारा बेचारा बेचारा. उलाला 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 उलाला, तू है मेरी फैंटेसी. छूना ना छूना ना छूना ना छूना ना, अब मैं जवा हो गई. രണ്ട് ഡിഫറെന്റ് ആയിട്ട് ആ ഇമോഷൻസ് കാണിക്കുന്നതിലാണ് അതിന്റെ ക്രക്സ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ പാട്ടിനും അങ്ങനെ ഒരു തോട്ട് പ്രോസസ് വെക്കോ, ഇതിൽ ഇന്നതാണ് ഞാൻ കൺവേ ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ കിളിയെ കിളിയല്ല ഇപ്പൊ എന്താ ശരിക്കും കൺവേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? കിളിയെ കിളിയെ ഈ പറഞ്ഞ പോലെ ഒരു മകളോട് തോന്നുന്നൊരു തരത്തിലുള്ള ഒരു വാത്സല്യാണല്ലോ. ഓക്കെ, മദർലി അഫെക്ഷൻ. അപ്പൊ അതില് തന്നെ മറ്റേ ഈ ലൈനൊക്കെ ഉണ്ടല്ലോ, മിനിമോൾ തൻ ചിരി കാണാൻ കിളിമകളെ നിറലയമേ നിന്നുമൽ പൊൻതുവളുന്നു നീ താത്ത കിളിയെ കിളിയെ. ആ ഒരു ഇമോഷൻ എന്താണ്? മകളെ നോക്കിക്കൊണ്ട് അമ്മ പാടുന്ന. എനിക്ക് തോന്നുന്നു അതാണ് പാട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടതാണ്, എന്നെ സ്കൂളിലും കോളേജിലും ഒന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ വിചാരിച്ചിരിക്കുന്നു. ഈ പാട്ട് പാടുന്ന ആളുകളോടൊക്കെ പക്ഷെ പൊതുവിലെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഉണ്ടാവുക? അതെ, ഞാൻ പക്ഷെ അങ്ങനെ അധികം സ്കൂളിലൊന്നും ഞാൻ അങ്ങനെ അധികം ആരോടും ഇങ്ങനെ ചെറുപ്പത്തിലൊന്നും മിണ്ടില്ലായിരുന്നു. മേ ബി അതുകൊണ്ടാണ് ആളുകള്. അതാവാം. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മിങ്കിൾ ചെയ്യണ ഒരു പ്രകൃതം അല്ല എന്റെ. ഞാൻ അറിയാവുന്നവരടുത്ത് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവർക്ക് അറിയാം, അല്ലാതെ വെറുതെ. പക്ഷെ അതിലങ്ങനെ സങ്കടമൊന്നും ഇല്ലാതെ വളരെ കാഷ്വൽ ആയിട്ടാ കാര്യം പറഞ്ഞു. എനിക്ക് അങ്ങനെ സങ്കടം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് സങ്കടം, ഞാൻ അങ്ങനെയാണ്. ചെറിയ പ്രായത്തിൽ സ്കൂൾ കുട്ടികൾക്ക് അത്രയും റിയലൈസേഷൻ വരാന്ന്. ഈ തൈക്കോണ്ടോ ഉണ്ടല്ലോ, അതെപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ എന്തെങ്കിലും റിഫ്ലക്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് വീഴാൻ നേരത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഏജന്റ് ടീനൊക്കെ പോലെ. ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, താങ്ക് ഗോഡ്. എനിക്കങ്ങനെ അല്ലാണ്ട് ഞാൻ കോമ്പറ്റീഷന് വേണ്ടി അല്ലാണ്ട് അങ്ങനെ തൈക്കോണ്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല. മാർഷൽ ആർട്സ് പഠിച്ചോണ്ട് എന്തെങ്കിലും ഇന്നർ സെൽഫ് മാറ്റം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്. ചുമ്മാ ഒരാൾക്ക് വന്നിട്ട് ഇടിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല. ഇടിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചടിക്കും, പ്രതികരിക്കും. ഞാൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ ഉപദ്രവിക്കാന്നുള്ള ഒരു സാധനമൊന്നുമില്ല. പിന്നെ അനിയനായിട്ടൊക്കെ തല്ലുകൂടും. അതിപ്പോ അവൻ എന്നെക്കാളും പൊക്കം വെച്ചു, ഇപ്പൊ അവൻ എന്നെ എടുത്തെറിയുന്നൊരു രീതിയിലായി. അപ്പൊ ചെയ്യാം.
എന്നെ ഉപദ്രവിക്കാൻ വന്നാ ഞാൻ ചെയ്യും, അല്ലാണ്ട് വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ വലിയ പാട്ടൊക്കെ പാടിയിട്ട് ഈ ലാസ് വേഗസിലെ സ്ട്രീറ്റുകളിൽ ഒറ്റയ്ക്ക് നടക്കുന്ന നന്ദയുടെ അടുത്തേക്ക് ഏതെങ്കിലും ആള് പേഴ്സ് തട്ടി പറിക്കാൻ വന്നാൽ നല്ല ഇടി കൊടുക്കാം. ചെയ്യാൻ വന്നാ ഞാൻ പ്രതികരിക്കും. ഷാസിംഗറിൽ ഇത്രയും കാലത്തൊരു ജേർണി ഉണ്ടല്ലോ, അതുകൊണ്ട് ആസ് എ പേഴ്സൺ കുറെ കാര്യങ്ങൾ പുതിയത് പഠിക്കാൻ പറ്റിയതാണോ, അതോ കുറെ ആളുകളിലേക്കുള്ളൊരു ജനകീയമായിട്ടുള്ള മുഖമായി മാറിയല്ലോ? ഇന്നിപ്പോ 10 പേര് എങ്കിലും അവിടെ പോകുമ്പോ ഒരു 6-7 പേരെങ്കിലും തിരിച്ചറിയും ഈ മുഖത്തെ. അതാണോ ഏറ്റവും ജീവിതത്തിലേക്കുള്ള ടേക്ക് അവേ? ഒരുപാട് പഠിക്കും. അതായത് കുറെ ആൾക്കാര് when you get to know about fame, പ്രശസ്തി എന്ന് പറയുന്നത്, ഞാൻ ഫേമസ് ആയി എന്നല്ലോ ഞാൻ പറയണത് ഒരു കുറച്ച് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ പല രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും. സോ അതൊക്കെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഞാൻ അതിനൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു ഫുൾ ഷോയിനെ ഞാൻ കണ്ടിട്ടുള്ളത്. മ്യൂസിക്കലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എൻ്റെ കോൺഫിഡൻസിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പഠിക്കാൻ പറ്റി ഷോയില് വന്നതോടെ. ഈ പ്ലേ ബാക്ക് സിംഗിങ് ഉണ്ട്, അപ്പുറത്തെ പെർഫോമിംഗും ഉണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ബൈ ഡിഫോൾട്ട് ഒരു മോഡ് ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നുന്നത് നന്ദ കുറേ കൂടി ഒരു പെർഫോമർ ആവുക എന്നുള്ളതാണ്. ഇപ്പം തിരുടലത്തെ പാട്ടുണ്ടല്ലോ കൊഞ്ചം നിലവുന്നത്, അത് ഞാൻ അങ്ങനെ ആളുകൾ പാടി കണ്ടിട്ടില്ല സ്റ്റേജിൽ. വളരെ വിരളായിട്ട് അത് ഞാൻ സ്റ്റേജിൽ ഒരാൾ പാടി പെർഫോം ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര വെയിറ്റ് ഉള്ള സോങ് ആണ്. പിന്നെ അതിന്റെ ഒരു സൗണ്ടിങ്ങിനും വളരെ പ്രത്യേകത ഉണ്ടല്ലോ, ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു പാട്ടും കൂടിയാണ്. അപ്പൊ ഈ പോപ്പ് സ്റ്റാറിനൊക്കെ പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനാണോ മറ്റേ പ്ലേ ബാക്ക് സിംഗിനേക്കാളും ഒരു പഠിക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങും ഇഷ്ടമാണ്, ബട്ട് പെർഫോമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ്. എനിക്ക് ലൈവ് പെർഫോമൻസസ് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരുടെ എനർജി എൻ്റെ ഒരു ഡ്രീമാണ്. ഒരു സ്റ്റേഡിയം നിറച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മുമ്പിൽ പെർഫോം ചെയ്യുക. അതായത് ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോഴും വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ഇന്റിമേറ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന പെർഫോമൻസസ് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഡ്രീമാണ്. സോ ഐ തിങ്ക് പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലേ ബാക്കും ഇഷ്ടമാണ്, പക്ഷെ പെർഫോമൻസ് ഒരു ഇച്ചിരി മുന്നിട്ട് നിൽക്കും. ഈ മാഡോണയൊക്കെ ഒരു ഫോറിൻ ടൂർ ഒക്കെ പോകുന്ന സമയത്ത് അവർ പാടി ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരുടെ ഏതെങ്കിലും പോപ്പുലർ നമ്പർ അവരെ കൊണ്ട് പാടിപ്പിക്കുമല്ലോ, ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട്. അങ്ങനത്തെ ഒരു മൊമെന്റ് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ. അതായത് നമുക്ക് കാണുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്കും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ആളുകൾ അങ്ങനെ എടുക്കാത്ത പാട്ടെന്ന് വെച്ചാൽ അത് ഭയങ്കര പോപ്പുലർ ആണ്, കിഡിലും പാട്ടുകളാണ്, പക്ഷെ ഞാൻ അദ്ദേഹം പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല. ഈ കൊഞ്ചം നിലവാദന ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനത്തെ പെർഫോം ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഓൺ ചോയ്സ് ആണോ, അത് അവിടെ നിന്ന് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് അവർ സജസ്റ്റ് ചെയ്യുന്നത്? മിക്സ്ഡ് ആണ്. ചില റൗണ്ട്സിൽ ഇപ്പം നമുക്ക് കുറെ ഇഷ്യൂസ് വരുന്നത് റൈറ്റ്സിന്റെ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ടും. അത് നമുക്ക് പല റൈറ്റ്സ് ഉണ്ട്. ടെലികാസ്റ്റിംഗ് റൈറ്റ്സ് ഉണ്ട്, ഡിജിറ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഇടാനുള്ള റൈറ്റ്സ്. അപ്പൊ ഇത് രണ്ടും വരുമ്പോഴാണ് ഒരു പാട്ട് ശരിക്കും പറഞ്ഞാൽ പാടാൻ പറ്റുന്നത്. പിന്നെ റീസെന്റ് ആയിട്ട് നമ്മളുടെ ടെലികാസ്റ്റ് റൈറ്റ്സ് മാത്രമായി. പിന്നെ അത് കുറഞ്ഞു ഒരു പാട്ടിന്റെ 3 മിനിറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് പാട്ട് സെലക്ഷന്. സോർട്ട് ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ അങ്ങനെ പല രീതിയിലും വന്ന സെലക്ഷൻസ് ആണ് ഇപ്പൊ ഞാൻ പാടിയിട്ടുള്ളത്. അപ്പൊ കംപ്ലീറ്റ്ലി ഞാൻ ചൂസ് ചെയ്തതല്ല, പക്ഷെ ഞാൻ ചൂസ് ചെയ്ത സോങ്സും ഉണ്ട്. ഈ കൊഞ്ചം നിലവ് എന്നൊക്കെ ഉള്ള പാട്ട് പാടുമ്പോഴേ അതൊരു മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമർ നിന്നിട്ട് ചെയ്യുന്നതാണല്ലോ. സ്ക്രീനിലായാലും ശരി, അത് വോയിസിൽ കേൾക്കുമ്പോഴായാലും ശരി. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഓരോരോ പാട്ടിന് ഓരോരോ ഇമോഷൻ. കൊഞ്ചം നിലവിന്റെ ഇമോഷൻ എന്തായിരുന്നു? അപ്പൊ കൊഞ്ചം നിലവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനത്തെ പാട്ടുകൾ എസ്പെഷ്യലി ഇസ് ടു ലിവ് ഇൻ ദ മോമെന്റ് ദാറ്റ് യു പെർഫോം. ആൾക്കാർ തരുന്ന ഒരു എനർജിയിൽ നമ്മൾ പാടുക, അത് നമ്മുടെ എനർജി ആയിട്ട് എടുത്ത് പാടുക എന്നുള്ളതാണ് ഇങ്ങനത്തെ സോങ്സ്. ഇപ്പോൾ കുറച്ച് ഡിഫറെന്റ് ജോണേഴ്സിലുള്ള സോങ്സ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ അങ്ങനെയാ കാണുന്നത്. അപ്പൊ ആ പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു there is a certain kind of josh with people. അപ്പൊ ആ ഒരു ജോഷിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പാടുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറ്. ഒന്ന് പാടാവോ? ഓ ഷുവർ. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் சேர்ந்தால் இந்த தேகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் இந்த கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள்
ஒன்றாய் சேர்ந்தால் எந்த நெஞ்சம் சந்திரலேகா ചന്ദ്രലേഖ ഓ, ഞാൻ ഈ പാട്ട് സത്യമായിട്ട് ആരും ഇതുവരെ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടുമാണിത്. എനിക്കൊന്ന് ആ പാട്ടവും പാടാതെ ഓടിയിട്ട് ആ പാട്ട് തന്നെ ഫേമസ് ആയിട്ടുള്ളത് ഈ ബോഗനില്. ആ പാട്ട് ആ പാട്ടുണ്ടാക്കിയൊരു വെച്ചാൽ വിഷ്വലില് ഈ ബോംബ് പോലെ കളർ ബോംബ്സ് പൊട്ടിത്തെറിക്കുമ്പോഴാണല്ലോ ഈ സെന്തൂര എന്നുള്ള സാധനം വരുന്നത്. ആ പാട്ടിൽ ഈ പറഞ്ഞ എനർജി കൊടുക്കണല്ലോ. ഓരോ തവണ ഇത് പ്രാക്ടീസ് ചെയ്യണത് എങ്ങനെയായിരിക്കും? അത് അത്ര എനർജി കൊടുത്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാ? ഓ യെസ്, അത്ര എനർജി കൊടുക്കണം, ഇല്ലെങ്കിൽ ആ പാട്ടിന് ഉദ്ദേശിക്കുന്ന ലൈഫ് കിട്ടില്ല അല്ലേ? അത് അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നുവെച്ചാൽ ഇതുപോലെ ഹൈലി എനർജറ്റിക് സോങ്സ് പാടണമെങ്കിൽ നമുക്ക് ഒന്ന് ഭയങ്കര ലങ് കപ്പാസിറ്റി വേണം. നമ്മൾ അത്രയും പവർ കൊടുത്തിട്ടാണ് പാടുന്നത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പാടാൻ ഇഷ്ടമാണ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. വോയിസിന് സ്ട്രെയിൻ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല? സ്ട്രെയിൻ വരുമ്പോ കുറച്ചു നേരം ഞാൻ നിർത്തും, പിന്നെ മാറിയെന്ന് തോന്നുമ്പോ വീണ്ടും പാടും. അല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. വി ഹാവ് ടു പ്രാക്ടീസ്. പാടാവോ? നിദാനமாக யோசித்தாலும் நில்லாமலோடி யோசித்தாலும் நீதான் மனம் தேடும் மண்வாளன் பூவாயன ஏந்தும் பூவாளன் எல்மடியின் மணவாளன் என தோன்றுதே செந்தூரா சேர்ந்தே செல்வம் செந்தூரா செங்காந்தள் பூ உள்தேரா மாறன் நம்ப ஆய்ந்தோ வைத்து ஒன்றாய் காற்று எய்தாயா. ഈ ഫൈനലിസ്റ്റ് ആയിട്ട് നിൽക്കുകയും എന്നാൽ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റാനും ഒക്കെ പറ്റുമ്പോഴേ ഈ വിന്നർ എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതെപ്പോഴെങ്കിലും എന്താ പറയാ വിന്നർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഷോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഒരിക്കലും അല്ല, ഇതൊരു കംപ്ലീറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു? അതെ. ഓക്കെ. ഫൈനലിസ്റ്റ് ആവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഷോ ആണ് സ്റ്റാർ സിംഗർ. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു വേദിയിൽ പാടുക എന്ന് പറയുന്നത് അന്ന് ഞാൻ കുഞ്ഞില് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആസ്പിറേഷൻ ആണ്. അതായത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ അന്ന് മുതലേ, എങ്ങനെയായിരിക്കും ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. അപ്പൊ ഞാൻ ഓഡിഷന് വന്ന സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ ഫൈനലിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ല വന്നേ. എനിക്ക് ആസ് എ മ്യൂസിഷ്യൻ ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാനൊരു ലേണിംഗ് എക്സ്പീരിയൻസിനായിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും പിന്നെ ചിത്ര ചേച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഇവരുടെ എല്ലാവരുടെയും കൂടെ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം കുറെ പഠിക്കാനുള്ളതും ഒക്കെ കൂടെ ആയപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ബി ദെയർ ടിൽ ദ ലാസ്റ്റ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഫൈനലിസ്റ്റ് ആയില്ലെങ്കിലും അങ്ങനെ ഭയങ്കര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആവണം എന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ചിത്ര ചേച്ചിയെ പറ്റിട്ട് എല്ലാവർക്കും ഒരു മദർലി അഫെക്ഷൻ അല്ലെങ്കിൽ അമ്മയാണ് ചിത്ര ചേച്ചി എന്നുള്ളതൊക്കെ മാറിയിട്ട് ഇപ്പൊ അമ്മ എന്നുള്ള രീതി എല്ലാവരും അഡ്രസ് ചെയ്യുന്നതൊക്കെ അവര് പറഞ്ഞു തരുന്ന അറിവുണ്ടല്ലോ, അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുമ്പോഴാണോ നിങ്ങൾക്ക് അവരോട് കുറെ അടുപ്പം തോന്നുന്നത്? അത് ശരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, സ്വന്തം മക്കളെ പോലെ കാണുന്ന, എന്താ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിത്ര ചേച്ചി? ഒന്ന് എന്റെ റൂമിലുള്ള ഫോട്ടോയിൽ ഒരാളാണ് ചിത്ര എന്ന് പറയുന്ന സിംഗറിന്റെ. ചിത്രമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഈ പറഞ്ഞ സ്റ്റാർ സിംഗറിൽ വെച്ചിട്ടാ. ഞാൻ ഗ്രാൻഡ് ഓഡിഷനിൽ കാണുന്നു. ഞാൻ പാടിക്കഴിഞ്ഞിട്ട് വിധിച്ചേട്ടന് എന്തോ ഒരു ജാക്കറ്റോ കോട്ടോ ഇട്ട് തീർന്നു. ഞാൻ അവിടെ പോയി ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിത്രാമ്മ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു, പേരൊക്കെ ചോദിച്ചു. അപ്പം ഫസ്റ്റ് ഇൻട്രാക്ഷൻ ആയിരുന്നു ഞങ്ങളുടെ അത്. എനിക്ക് എൻ്റെ അടുത്ത് പേര് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളൊരു കോൺവെർസേഷൻ നടന്നു. എനിക്കിപ്പോഴും എന്താ നടന്നതെന്ന് ഓർമ്മയില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ ചിത്രയാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ആ കോൺവെർസേഷൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല, ഓർമ്മയുമില്ല. എൻ്റെ മൈൻഡിൽ ഞാൻ ചിത്രാമ്മയുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിത്ര ചേച്ചി ഭയങ്കര ഒരു കംഫർട്ട് സോണായി. അതായത് ബാക്കി ആരുടെ മുമ്പിൽ പാടുന്നതിനേക്കാളും
സുഖം ചിത്രാമ്മയുടെ മുമ്പിൽ പാടാനാണ്. ബിക്കോസ് നമ്മൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും ഷീ ഈസ് ദ വൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ദ മോസ്റ്റ്. നമുക്ക് എന്ത് പാളിച്ച വന്നാലും എന്ത് എന്താ പറയാ ഡ്രോബാക്സ് വന്നാലും അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ചിത്രാമ്മയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ ആലോചിക്കണം. പിന്നെ നമ്മളെക്കാളും ടെൻഷനാണ് ചിത്രാമ്മയ്ക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു മദർലി അഫെക്ഷൻ ഒക്കെ ഉണ്ട് ചിത്രാമ്മയുടെ അടുത്ത്. ഷീ ഈസ് എ വെരി കൈൻഡ് പേഴ്സൺ, പ്രോബ്ലി ദ കൈൻഡസ്റ്റ് പേഴ്സൺ ദാറ്റ് യു വിൽ എവർ മീറ്റ് ഇൻ ലൈഫ് എന്നുള്ളൊരു അങ്ങനെ ഒരു ഭയങ്കര ഒരു അടിപൊളി വ്യക്തിത്വമായിട്ട് നമുക്ക് ഒരു നൈർമല്യം, ഒരു ബഹുമാനം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ചിത്രാമ്മയുടെ അടുത്ത് കൂടുതൽ അറിയും തോന്നും. സോ ആ ലെജൻഡ് എന്ന് വെറുതെ അല്ല വിളിക്കുന്നേ. ഈ ഗുരുകുലം കോൺവെന്റ് സ്കൂൾ അങ്ങനെ 2 വിഭാഗങ്ങൾ, അവിടുത്തെ സ്റ്റേജ് കൗണ്ടറുകൾ, തമാശകൾ, റൗണ്ടുകൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള സ്കിറ്റുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് ഹോം ടൂറുകൾ, ഒരു വലിയ കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു മിസ്സിങ്, ഒരു വോയിഡ് അത് തോന്നില്ലേ? തീർച്ചയായിട്ടും അത് ഭയങ്കര, ഐ തിങ്ക് ഇത് മ്യൂസിഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റാന്ന് തോന്നുന്നു. അത് നമ്മളുടെ ഒരു മ്യൂസിഷ്യനെ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കാൻ പറ്റുന്നത്, കംപ്ലീറ്റ് എന്നല്ല മേജർലി മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു മ്യൂസിഷ്യനാണ്. അപ്പൊ ഈ ഒരു വേദി എന്ന് പറയുന്നത് വി ആർ സറൗണ്ടഡ് ബൈ മ്യൂസിഷ്യൻസ്. അപ്പൊ ഇതിനപ്പുറം നമ്മളുടെ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ചാലഞ്ചസോ മനസ്സിലാക്കാൻ പുറത്ത് വേറെ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളിത് കഴിഞ്ഞു എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം. ഇവരായിട്ട് ഇനി ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. ഡിഷയുടെ കൂടെ പാടിയിട്ടുണ്ടായിരുന്ന ഈ നഗുമോ എന്നുള്ള സോങ്, അതും ഈ പറഞ്ഞ പോലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മെയിൽ സിംഗേഴ്സ് മാത്രമേ നമ്മളത് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അവിടെയാണ് നിങ്ങൾ അതിനെ മൊത്തമായിട്ട് ഈ ഐക്കണോക്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ പോലെ അത് പൊളിച്ചിട്ട് അത് ചെയ്യുകയും ചെയ്യുക. അത് 100% അതിന്റെ ആ അതിനൊരു ഡിവോഷണൽ ടച്ച് ഉണ്ടല്ലോ, ഈ പറഞ്ഞൊരു വല്ലാത്തൊരു സുഖമുണ്ട്. അതും അതുപോലെ തന്നെ മെയിനേജ് ചെയ്യുന്ന ആ മത്സരവും ഉണ്ട്. ആ 1 vs 1 എന്നുള്ള മത്സരത്തിന്റെ ആ ഒരു ടിൻറ്റും ആ സോങ്ങിന് കൊടുക്കുന്നുണ്ട്. അപ്പം ആ സോങ് ഇറങ്ങിയതിന് ശേഷം അതിന്റെ കട്ട്സും ഷോർട്സും ഒക്കെ എത്തിയതിനു ശേഷം കിട്ടിയ റെസ്പോൺസ്, അങ്ങനത്തെ ഓർമ്മകൾ എന്താ? അതിനുശേഷം ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. കാരണം എന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്നു. ആ എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജസും കോൾസും ഒക്കെ വന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇതൊരു മെയിൽ സോങ് ആണ്. ഈവൻ ഞങ്ങൾ ആ മൂവി വേർഷൻ ആയിരുന്നു റെഫറൻസ് ആയിട്ട് വെച്ചിരുന്നത്. നെയ്യാറ്റിൻകര വാസുദേവൻ സാറും MG ശ്രീകുമാർ സാറും കൂടെ പാടി വെച്ച ഒരു സാധനം ഞങ്ങളെടുത്ത് പാടുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫൺ ഫോർ അസ്. ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്രയും പക്ക കർണാട്ടിക് ബേസ് ആണ് ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ദിശ പിന്നെ പാടാറുണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ദിശയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ക്ലാസിക്കൽ ബേസ് ഭയങ്കര കൂടുതലാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ. ഇറ്റ് വാസ് ഫൺ ആക്ച്വലി. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ദിശയ്ക്കും എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ കോംബോ സത്യം പറഞ്ഞ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും അറിഞ്ഞിരുന്നില്ല ഇത് ഇത്ര വർക്ക്ഔട്ട് ആവുന്നത്. ബിക്കോസ് ഷീ ഹാസ് എ വെരി സോഫ്റ്റ് വോയിസ്. എൻ്റെ കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ടോണാണ്, കുറച്ച് ഡീപ്പ് ടോണാണ്. അപ്പൊ 2 പേരുടെയും കൂടെ വോയിസ് എങ്ങനെ വരും എന്നൊന്നും അറിയില്ലായിരുന്നു. ബട്ട് ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി ഫീഡ്ബാക്ക് ആയിരുന്നു. കുറെ പേര് വിളിച്ചു. പറഞ്ഞ പോലെ കച്ചേരി ചെയ്യുന്ന കുറെ മ്യൂസിഷ്യൻസ് ഒക്കെ വിളിച്ചിരുന്നു. പിന്നെ അതങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇതുപോലെ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഭാഗം അധികം ടഫ് അല്ലാത്തൊരു ഭാഗം ഒന്ന് പാടിത്തരാം. ഓക്കെ, നഗുമോ തന്നെ പാടാം. നഗുമോ മോഗനലേ നീനാജാലി తెలిసి నగుమో మోగనలే నీనాజాలి తెలిసి నన్ను బ్రోవరాద శ్రీ రఘువర నీ నగుమో. നല്ല മ്യൂസിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ജേർണി ഉണ്ടല്ലോ, വീണ്ടും വീണ്ടും പഠിക്കാനുള്ളത്. ഏതൊക്കെ ജോണർ ഓഫ് മ്യൂസിക്കിലേക്ക് വ്യാപൃതാവും? അത് ഹിന്ദുസ്ഥാനിയിലേക്ക് എത്തുമോ? എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഭാവി പഠനം, സംഗീത പഠനം? ചെറുപ്പത്തിൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് RLV സഞ്ജീവ് സാറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ 6th 7th പഠിക്കുമ്പോഴാണ് ഞാൻ ലേഖാർ നായർ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നത്.
ടീച്ചറിന്റെ അടുത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലേഖാൻഡി ഇപ്പോൾ ഞങ്ങൾക്ക് കർണാട്ടിക്കും ലൈറ്റും കൂടുതലായിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ കാർത്തിക വൈദ്യനാഥൻ എന്ന് പറഞ്ഞ കാർത്തിക ചേച്ചിയുടെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. കൺകളേതോ തേട അത് പാടിയ ചേച്ചിയാണ് കാർത്തിക ചേച്ചി. അതെ, കാർത്തിക ചേച്ചിയുടെ അടുത്ത് ഞാനിപ്പോൾ കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലേഖാൻ്റെ അടുത്തും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് തുടർന്ന് മ്യൂസിക് എന്ന് പറയുന്നത് ജോണേഴ്സിനും അപ്പുറം ഒരു സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ പഠിച്ചത് ഇനിയും പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാർത്തിക ചേച്ചിയുടെ അടുത്ത് മേജറായിട്ടും മിഥുൻ ചേട്ടനാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അപ്പം ചേച്ചിയുടെ അടുത്ത് കർണാട്ടിക്കിന്റെ ബേസ് കുറച്ചും കൂടെ പഠിക്കാൻ ആയിട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നത്. സിംഗറിന്റെ ഒപ്പം തന്നെ ഭാവി ഒരു മ്യൂസിക് ഡയറക്ടർ ആവുമോ? ഐ ഹോപ്പ് സോ. എനിക്ക് എൻ്റെതായിട്ടുള്ള മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലേൺ ആർട്ട്, ക്രിയേറ്റ് ആർട്ട്, ലേൺ ക്രിയേറ്റ് ഇൻസ്പയർ. ഒരു സാധനം. എ.ആർ. റഹ്മാൻ ഒരു ദിവസം ഒരു ട്രാക്ക് പാടാൻ വിളിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ അമ്മയുടെ ഫോണിൽ ഞാൻ എ.ആർ. റഹ്മാൻ മാനേജർ എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോടാ. ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഞാൻ എടുത്തിരിക്കുമ്പോ അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ അങ്ങനെ അമ്മയുടെ പേര് അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും അമ്മ തന്നെ. ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കാര്യം വെച്ചാൽ പാട്ട് പാടാനൊന്നും അറിയാത്ത ഞങ്ങളുടെ പോലത്തെ ആളുകളുടെ കാര്യം വെച്ചാൽ സൗണ്ടിങ്ങിൽ ഒരുപാട് പുതിയ കാര്യം കൊണ്ടുവന്ന ഒരാള്. ആദ്യം ഒരു കുട്ടിയുടെ വോയിസിൽ തുടങ്ങിയപ്പോ കുച്ചിയൊക്കെ അതിന്റെ ഓരോ തുടക്കം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലിറിക്സിൽ ഇപ്പൊ പാട്ടറപ്പ് എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ ലിറിക്സ് തന്നെ അതുപോലത്തെ കണ്ടിട്ട് ലിറിക്സ് തന്നെ തമിഴിൽ ഉണ്ടായിരുന്നില്ല. അതില് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആള്. അങ്ങനെ ഒരുപാട് ഒരു വട്ടം കേട്ടാൽ മൊത്തമായിട്ട് മനസ്സിലാവാണ്ട് പിന്നെയും നമ്മളെ കേൾപ്പിക്കാനുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരാൾ. അങ്ങനെയൊക്കെയാ നമുക്ക് മനസ്സിലാവുന്നത്. നന്ദയ്ക്ക് എങ്ങനെയാ റഹ്മാൻ? എനിക്ക് എ.ആർ. റഹ്മാൻ എന്ന് പറയണത് ഞാൻ ഭയങ്കര ചെറുപ്പത്തിൽ ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന, എനിക്ക് തോന്നുന്നു മീൻസ് കുറെ പാട്ട് കേട്ടിട്ടുണ്ടാവും, എന്റെ മനസ്സിൽ കയറിയിരിക്കുന്നത് മറ്റേ ബർസോരെ എന്ന് പറഞ്ഞ സാധനമാണ്, ഗുരുവിലത്തെ. അപ്പോഴേ ഞാൻ ആലോചിച്ചിരുന്നു, ഇത് എന്തൊരു സൗണ്ടിങ് ആണിത്, ഇതെന്താ ഇങ്ങനെയൊക്കെ പാട്ട് ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോഴത്തേക്കും കുറച്ചും കൂടെ റഹ്മാൻ സാർ സോങ്സ് കേട്ടു തുടങ്ങി. ഞാൻ കുറേ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ദൈവം തന്ന പൂവേ, അതിൻ്റെയൊക്കെ സൗണ്ടിങ് ഞാൻ കേട്ടിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നേ. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദൈവം തന്ന പൂവേ. പിന്നെ നമുക്ക് റഹ്മാൻ സാർ സോങ്സ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പിന്നീട് ഒരു 10 വർഷം എടുക്കും നമുക്ക് ആ പാട്ടിന്റെ വില അറിയാൻ. അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും അത്രയും എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ടും ചിന്തിക്കുന്ന ഒരു മ്യൂസിഷ്യൻ. ക്രിയേറ്റീവ് ആയിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ചിന്തിക്കുന്ന മ്യൂസിഷ്യനാണ് എ.ആർ. റഹ്മാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. സോ ഐ തോട്ട് എന്താ പറയാ, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ആ രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് റഹ്മാൻ സാർ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ്. അത്രയും ഭയങ്കര സിമ്പിൾ കാം ആയിട്ടുള്ളൊരു മനുഷ്യൻ.